അപ്പോൾ എല്ലാവർക്കും ആഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇങ്ങനെ ഇൻട്രോ പറഞ്ഞിട്ടൊക്കെ കുറേ കാലമായല്ലോ, അപ്പം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ഇന്നും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. അപ്പോൾ പിന്നെ തുടങ്ങിയാലോ? അല്ല, തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഞാൻ പറയാം ഇപ്പോൾ തുടങ്ങണേന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ആദ്യം തന്നെ നമ്മൾ OHP ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ റൗണ്ട് ഷേപ്പിലാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പേപ്പറിൽ റൗണ്ട് വരച്ചിട്ട് ചെയ്യണതാവും നന്നാവുക. എൻ്റെ കയ്യിലുള്ള ആ വുഡൻ പീസ് ഇല്ലേ, അതിൻ്റെ മുകളിൽ റൗണ്ട് ഷേപ്പ് ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു അളവ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ അളവെടുത്ത് വരയ്ക്കാത്ത മാതിരിയൊക്കെ തോന്നും. പിന്നെ റൗണ്ടൊക്കെ ഞാൻ തെറ്റാണ്ട് വരയ്ക്കും. പക്ഷെ ഉണ്ടല്ലോ 2 കമ്മൽ ഉണ്ടാക്കി വരുമ്പോൾ 2 വലിപ്പമായി പോകും. അപ്പോൾ അതിനും നല്ലത് അളവൊക്കെ എടുത്ത് വരയ്ക്കണതാണല്ലോ. അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സർദോസി ഒട്ടിച്ചു കൊടുക്കണം. ഇത് പിന്നെ നമുക്ക് പല കളറിലും അതേപോലെ തന്നെ ഒരു സൈസിലും അവൈലബിൾ ആണ്. സൈസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ അടുത്തടുത്തുള്ളൊരു സ്പ്രിങ്ങും പിന്നെ കുറച്ച് വിട്ടിട്ടുള്ളത് അങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ, പല ടൈപ്പ് ഉണ്ട് സർദോസി. ഇപ്പം നമുക്ക് അത് കാണിച്ചു തരാച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പം ആകത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കടയിൽ പോകുമ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രോപ്പ് ഷേപ്പ് ഉള്ള കുന്തൻ സ്റ്റോൺ ഇല്ലേ, അതും കൂടെ വേണ്ട ഒട്ടിച്ചു. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ടിപ്പ് പറഞ്ഞുതരാം. നമ്മളുണ്ടല്ലോ ഈ ഗമ്മ് തേക്കുമ്പോൾ ഉണ്ടല്ലോ ഫാൻ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഫാൻ ഇട്ടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഗമ്മ് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഫാൻ ഇല്ലാതെയാണ് ഇത് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇതൊന്ന് കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് ഭയങ്കര വൃത്തികേടാണ് കാണാനായിട്ട്. ഇപ്പം ഞാൻ ഒട്ടിക്കുന്ന ഈ സ്റ്റഡിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഗമ്മിന് ചെറിയൊരു കളർ ചേഞ്ച് തന്നെ വന്നത്. അപ്പോൾ ഇത് ബിഗിനേഴ്സൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാൻ യൂസ് ചെയ്യാത്തത് തന്നെ ആയിരിക്കും നന്നാവും. കാരണം ആദ്യം തന്നെ ഉണ്ടല്ലോ അത് കോളായി കിട്ടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും. അതിനെക്കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇയറിങ്സിൻ്റെ സ്റ്റോൺസ് ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ, എന്നാലും ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതെന്തായാലും നന്നായിട്ട് ഉണങ്ങണം എന്ന് പറയാൻ കാരണം അതുണ്ടല്ലോ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോൺസ് നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതും പോരാഞ്ഞ് പിന്നെ നമ്മൾ ഈ കട്ടർ ഇല്ലേ, ഈ കട്ടറിൻ്റെ മുകളിലാണെങ്കിൽ ഇങ്ങനെ ഗമ്മ ഒട്ടി പിടിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ കുറേ പേര് എപ്പോഴും ഡൗട്ട് ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ റൗണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുകയെന്ന്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ കണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഞാൻ കുറേ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ എല്ലാവരും കമൻറ്റിൽ വീണ്ടും ചോദിക്കാറുണ്ട്. കണ്ടോ, അത് സിമ്പിളാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഇതാ ഈ ത്രെഡ് കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ സിമ്പിളായിട്ട് കഴിയേ. പിന്നെയെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലർ നമ്മുടെ ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ട് ഉരുക്കണതുണ്ട്. എനിക്കതങ്ങനെ ശരിയാവലില്ല. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്കത് തീരെ ശരിയാവണില്ല. ഒന്നാമത് വെച്ചിരിക്കുകയാണെങ്കിൽ ഉരുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ പൊടി തട്ടിയിട്ട് ഈ സൈഡ് മൊത്തം കറുത്തു പോകും. പിന്നെ എന്തോ എനിക്കതാണ്ട് ശരിയാവണില്ല. എനിക്ക് ഇത് തന്നെയാണ് എളുപ്പം. നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കി ഏതാ എളുപ്പം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഹാങ്ങിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐപ്പിൻ സെറ്റ് ചെയ്തെടുക്കണം. ഐപ്പിന് അത്യാവശ്യം ലെങ്ത് ആണ് കേട്ടോ ഉണ്ടാവുക. അതും ഇതേപോലെ തന്നെ കുഞ്ഞതായിട്ട് നമ്മൾ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു വാക്സ് പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡ് സെറ്റ് ചെയ്തെടുക്കാം. സ്റ്റഡിലേക്ക് ഒരു സ്റ്റഡ് ബേസും പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു കുഞ്ഞ് ഐപ്പിന്നും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ രണ്ടും കൂടെ കണക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു ഐപ്പിന്ന് വേണമല്ലോ. ഞാൻ ആരോടായി പറയണത്, ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് മതിയായി ഉണ്ടാവും ചിലപ്പോൾ. എന്നാലും 1-2 പേരെങ്കിലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണേ. എന്നിട്ട് നമ്മൾ ഹാങ്ങിങ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഈ ഹാങ്ങിങ് ബീഡ്സ് കെട്ടണത് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു. ഇപ്പം തന്നെ നമ്മൾ കമ്മലിൻ്റെ മുക്കാ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇത് മാത്രമല്ല ഈ സെൻറ്ററിലൊരു ഗ്യാപ്പ് വരണില്ലേ, അവിടെയും ഞാനൊരു ബീഡ്സ് കൊടുക്കണുണ്ട് കേട്ടോ. പക്ഷെ ആ ഐപ്പിന് സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് ശരിക്കും ഞാൻ കൊടുത്തില്ലേ. ഇനി അവസാനം ഉണ്ടല്ലോ ഇതിങ്ങനെ പണി മൊത്തം കഴിഞ്ഞിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് അവിടെ ഒരു ഗ്യാപ്പ് തോന്നി. അപ്പോൾ ഞാൻ അതിലേക്ക് ആ ബീഡ്സ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ.